ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ? നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയാമോ? പലപ്പോഴും പ്രാർത്ഥന ഒരു പതിവായി മാറുന്നു. നമ്മൾ വാക്കുകൾ ആവർത്തിച്ചു പറയുന്നുണ്ടാകും. പക്ഷേ അത് ഹൃദയം കൊണ്ടല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതുമല്ല. ചിലർക്ക് പ്രാർത്ഥന എന്നത് അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാനുള്ള എന്തോ ആണെന്നാണ്. പക്ഷേ അതിനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന എന്നത് ദൈവവുമായി നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമ്മളൊരു ചടങ്ങിന് വേണ്ടി ചെയ്യേണ്ടതല്ല. പ്രാർത്ഥനാ സമയമായാൽ പ്രാർത്ഥിച്ചു തുടങ്ങി സമയമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അരമണിക്കൂർ, ഒരു മണിക്കൂർ ഒക്കെ കംപ്ലീറ്റ് ആവുന്നത് നോക്കിയിരിക്കുന്ന ചിലരുണ്ട്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു ബന്ധമാണ്. മനുഷ്യന് ശരീരത്തിന് ആഹാരം ആവശ്യമാണല്ലേ? അതുപോലെ തന്നെയാണ് ആത്മാവിന് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സമാധാനം, പ്രത്യാശ, ദൈവത്തിന്റെ സാന്നിധ്യം, ജ്ഞാനം, പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി ഇതെല്ലാം നൽകുന്നു. വിഷമം, ഭയം, ദുഃഖം, ആശങ്ക ഈ സാഹചര്യങ്ങളിൽ പ്രാർത്ഥന മനസ്സിന് ആശ്വാസം നൽകുന്നു. ജീവിതത്തിലെ തീരുമാനങ്ങളിലും വെല്ലുവിളികളിലും ദൈവത്തിന്റെ സഹായം പ്രാർത്ഥന മൂലം ലഭിക്കുന്നു. പ്രതിസന്ധികളിൽ പോലും പ്രത്യാശ ജീവിതത്തിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ബന്ധം വളരുന്നു. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രാർത്ഥിച്ചാൽ മാത്രം എല്ലാം നടക്കുമോ? ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ വയസ്സായ ഒരാൾ വഞ്ചി തുഴഞ്ഞ് ആളുകളെ നദിയുടെ അപ്പുറത്ത് കടത്തിയിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. അദ്ദേഹത്തിന്റെ വഞ്ചിക്ക് 2 തുഴകൾ ഉണ്ടായിരുന്നു. ഒരു തുഴയിൽ പ്രാർത്ഥന എന്നും മറ്റേ തുഴയിൽ പ്രവർത്തനം എന്നും എഴുതിയിരിക്കുന്നു. ഒരു ദിവസം വഞ്ചിയിലെ യാത്രക്കാരൻ ചോദിച്ചു, പ്രാർത്ഥന എന്ന തുഴ മാത്രം പോരെ? അപ്പോൾ തുഴക്കാരൻ പ്രാർത്ഥന എന്ന തുഴ മാത്രം ഉപയോഗിച്ച് വഞ്ചി തുഴഞ്ഞു. വഞ്ചി മുന്നോട്ടു പോകാതെ വട്ടം കറങ്ങാൻ തുടങ്ങി. അതിനുശേഷം പ്രവൃത്തി എന്ന തുഴ മാത്രം ഉപയോഗിച്ച് വഞ്ചി തുഴഞ്ഞു. വഞ്ചി മുന്നോട്ടു പോകാതെ വട്ടം കറങ്ങാൻ തുടങ്ങി. ശേഷം പ്രാർത്ഥന എന്ന തുഴയും പ്രവൃത്തി എന്ന തുഴയും ഒരുമിച്ച് തുഴഞ്ഞപ്പോൾ വഞ്ചി നേരെ മുന്നോട്ട് നീങ്ങി. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ടു പോകൂ. പ്രാർത്ഥന മാത്രമായി പ്രവർത്തിക്കാതെ ഇരുന്നാലും സക്സസ് ഉണ്ടാവില്ല. പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കാതെ ഇരുന്നാലും സക്സസ് ആവില്ല. നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കണം. സന്തോഷവും പ്രതീക്ഷകളും നന്ദിയും പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിക്കാം. ഒരു കുഞ്ഞു തന്റെ അച്ഛന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ വഴിയിലെ എല്ലാ അപകടങ്ങളെക്കുറിച്ചും അറിയണമെന്നില്ല. എന്നാൽ അച്ഛൻ കൂടെ ഉണ്ടെന്ന വിശ്വാസം അവന് ധൈര്യം നൽകും. അതുപോലെ പ്രാർത്ഥന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറ്റണമെന്നില്ല. പക്ഷേ അവയെ നേരിടാനുള്ള ശക്തിയും സമാധാനവും നൽകുന്നു.